ഇന്ത്യൻ ക്രിക്കറ്റിൽ കഴിഞ്ഞ 4 വർഷമായി അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്ന താരമാണ് അഭിമന്യു ഈശ്വരൻ. ഇംഗ്ലണ്ടിൽ നിലവിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലും പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാതെ വന്നതോടെ താരത്തിന്റെ പിതാവ് രംഗനാഥൻ ഈശ്വരൻ BCCI സെലക്ടർമാർക്കും കോച്ച് ഗൗതം ഗംഭീറിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. അഭിമന്യുവിന് പകരം കരുൺ നായരെ ടീമിലെടുത്ത തീരുമാനത്തെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത് പോലെ ഓവൽ ടെസ്റ്റിൽ കരുൺ നായർ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ശ്രദ്ധേയമായി. 2021-ലാണ് BCCI സെലക്ടർമാർ അഭിമന്യു ഈശ്വരനെ ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിനെതിരായ ഹോം പരമ്പരയിലും ന്യൂസിലാൻഡിനെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും സ്റ്റാൻഡ് ബൈ താരമായിട്ടാണ് അഭിമന്യു ടീമിലുണ്ടായിരുന്നത്. പിന്നീട് 2022-ൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഔദ്യോഗികമായി ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചില്ല. ഇതിനുശേഷം പതിവായി ബാക്ക്ഡോപ്പ് ഓർഡർ ബാറ്ററായി ദേശീയ ടീമിനൊപ്പം ഉണ്ടെങ്കിലും ഇതുവരെ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഈ വർഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലും അഭിമന്യു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ 5ാം ടെസ്റ്റിലും താരത്തിന് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് അഭിമന്യുവിന്റെ പിതാവ് രംഗനാഥൻ ഈശ്വരൻ പരസ്യമായി വിമർശനം ഉന്നയിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് രംഗനാഥൻ ഈശ്വരൻ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത്. ടെസ്റ്റ് അരങ്ങേറ്റത്തിനായി അഭിമന്യു എത്ര ദിവസം കാത്തിരിക്കുന്നുവെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. വർഷങ്ങളാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ 3 വർഷമായി, അദ്ദേഹം പറഞ്ഞു. മകനു പകരം കരുൺ നായരെ ടീമിലെടുത്ത ഗൗതം ഗംഭീറിന്റെ തീരുമാനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. അരങ്ങേറ്റത്തിനായി 961 ദിവസങ്ങളായി അഭിമന്യു കാത്തിരിക്കുകയാണെന്നും കരുൺ നായർക്ക് എങ്ങനെയാണ് തന്റെ മകനേക്കാൾ മുൻഗണന ലഭിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കൂടാതെ അഭിമന്യുവിന്റെ മികച്ച പ്രകടനങ്ങളെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ജോലി റൺസ് നേടുക എന്നതാണ്. അവൻ അത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുൻപ് അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതുകൊണ്ടാണ് ടീമിൽ ഇടം ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് ആളുകൾ പറഞ്ഞു. അത് ന്യായമാണെന്നും എന്നാൽ ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് മുൻപ് അഭിമന്യു പ്രകടനം നടത്തിയ കാലയളവിൽ കരുൺ നായർ ടീമിൽ പോലും ഉണ്ടായിരുന്നില്ലെന്നും രംഗനാഥൻ ഈശ്വരൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെയുള്ള കാലയളവിൽ അഭിമന്യു 864 റൺസിനടുത്ത് നേടിയിട്ടുണ്ടെന്നും ഈ പ്രകടനങ്ങളൊന്നും സെലക്ടർമാർ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. രംഗനാഥൻ ഈശ്വരന്റെ വിമർശനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ടെസ്റ്റിന്റെ ആദ്യ ദിനം കരുൺ നായർ നിർണായക പ്രകടനം കാഴ്ചവെച്ചത്. ടീം പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ക്രീസിലെത്തിയ കരുൺ നായർ 98 പന്തിൽ നിന്ന് 52 റൺസുമായി പുറത്താകാതെ നിന്നു. വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം 7ാം വിക്കറ്റിൽ 51 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടിലും അദ്ദേഹം പങ്കാളിയായി. പരമ്പരയിലെ മറ്റു മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുല്ലിന്റെ സാന്നിധ്യം കൂടുതലുള്ള പിച്ചിൽ ഇംഗ്ലീഷ് പേസർമാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ കരുണിനായത് ഇന്ത്യൻ ടീമിന് വലിയ ആശ്വാസമായി. ഈ പ്രകടനം സെലക്ടർമാരുടെ തീരുമാനം ശരിയാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു ആയുധം കൂടിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനായി നിർണായക സമയങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കരുൺ നായർക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഓവലിലെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ എപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഫോമിലുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം അനുഭവ പരിചയമുള്ള താരങ്ങളെ പരിഗണിക്കാറുണ്ട്. കരുൺ നായർ കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച പ്രകടനങ്ങളുണ്ട്. അതേസമയം അഭിമന്യു ഈശ്വരൻ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും അവസരം ലഭിക്കാത്തത് യുവതാരങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ BCCIയോ കോച്ച് ഗൗതം ഗംഭീറോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ പുതിയ വിവാദം വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ഈ സംഭവത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ നിലപാട് എന്തായിരിക്കുമെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഗൗതം ഗംഭീർ പരിശീലകനായി ചുമതലയേറ്റ ശേഷം നടത്തിയ ആദ്യത്തെ പ്രധാന ടീം സെലക്ഷനുകളിൽ ഒന്നായിരുന്നു ഇത്. അതിനാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നയങ്ങളെക്കുറിച്ചും ഭാവിയിൽ ടീമിൽ ആർക്കൊക്കെ അവസരം ലഭിക്കുമെന്നതിനെക്കുറിച്ചും ആകാംക്ഷയുണ്ട്. യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനം ഗംഭീർ സ്വീകരിക്കുമോ അതോ പരിചയസമ്പന്നരായ താരങ്ങൾക്ക് മുൻഗണന നൽകുമോ എന്നത് വരും മത്സരങ്ങളിലെ ടീം സെലക്ഷനിൽ നിന്ന് വ്യക്തമാകും. അഭിമന്യു ഈശ്വരന്റെ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യ A ടീമിന് വേണ്ടിയും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് ദേശീയ ടീമിൽ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് വാദിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. എന്നിട്ടും അവസരം ലഭിക്കാത്തത് യുവതാരങ്ങളെ നിരാശരാക്കും. പ്രതിഭയുള്ള താരങ്ങളെ ബെഞ്ചിലിരുത്തുന്നത് അവരുടെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിമർശനവും ശക്തമാണ്.